വാട്ട്സപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് കാളിയനാണ് ഗൈസ് കൊണ്ടുവന്നിരിക്കുന്നത്. അതെ ഗൈസ്, കൊമ്പൻ്റെ കാളിയൻ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഗൈസ്, ഡേ ടൈം എടുക്കുക, അതേപോലെ നമ്മൾ റെയിൻ അണേബിൾ ചെയ്യുന്നതാണെന്ന് ഞാൻ പറഞ്ഞതൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് കൊമ്പനായിട്ട് ടൂർ മോഡമാണ് ഗൈസ് എടുത്തിരിക്കുന്നത്. അതും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മളെ കൊമ്പൻ്റെ കാളിയൻ സോൾഡ് ഔട്ട് ആയ കാര്യം. അപ്പോൾ എല്ലാവർക്കും സങ്കടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഈ വണ്ടി ഓടിക്കാനുള്ള കാരണം. അല്ല, അങ്ങനെയല്ല, കൊമ്പൻ പോയല്ലോ, അപ്പോൾ കൊമ്പൻ്റെ കാളിയൻ പോയല്ലോ. അപ്പോൾ അതിൻ്റെ സങ്കടത്തിൽ ഞാനിന്ന് കാളിയനാണ് ഗൈസ് ഓടിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊമ്പനുമായിട്ട് പുറത്തേക്ക് പോകുന്നു ഗൈസ്. ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇതിൽ മാപ്പിനൊന്നും എനിക്കറിയില്ല, കാരണം ഇത് ടൂർ മോഡ് ആയതുകൊണ്ട് എവിടെ നിന്നാണ് പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യാനുള്ളതൊന്നും അറിയില്ല. കാരിയർ മോഡ് അതേപോലെ ഫ്രീ മോഡും ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു റൂട്ട് അറിയാമെന്ന് വിചാരിക്കും. ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഞാൻ ഏതായാലും ബസ് സ്റ്റാൻഡിൻ്റെ പുറത്തെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ റെയിൽവേ ട്രാക്ക് ഉണ്ട് ഗൈസ്, ഇതൊക്കെ എനിക്ക് അറിയുന്നതാണ്. ഈയിടെ ഇതുവരെ ഹലോ എക്സ്ക്യൂസ് മീ, ഇതെവിടെയാണ് നിൽക്കുന്നതെന്ന് ഓർമ്മ വേണം. ട്രെയിൻ അടിച്ചിട്ട് അങ്ങ് കൊണ്ടുപോകും ഗൈസ്. എനിക്ക് തോന്നുന്നത് അവിടെ കൊണ്ടുവച്ച് ചാമ്പിന്നാണ്. നമുക്ക് സൈഡിൽ കൂടെ അങ്ങോട്ട് പോവാം. ജസ്റ്റ് ഒന്ന് തട്ടിയുണ്ട്, അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. വേഗം പോവാം, അല്ലേ അടുത്ത ട്രെയിന് വരുന്നാൽ നമ്മൾ അതിൻ്റെ ഇടയിൽപ്പെട്ട് അരിഞ്ഞു പോവും, നമ്മൾ ചമ്മന്തിയായി കിട്ടും. അപ്പോൾ ഞാനേതായാലും ആ കാറിനെ അങ്ങോട്ട് നീക്കിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമ്മളിനി നേരെ ഹൈവേൻ്റെ മുകളിലേക്കാണ് ഗൈസ് പോകാൻ പോകുന്നത്. അപ്പോൾ ഞാനേതായാലും പോക്കറ്റ് റോഡാണ് പോക്കറ്റ് റോഡാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി അടുത്ത അടുത്ത റൂട്ടുമ്പിലേക്ക് പോകുന്നുണ്ട്. ഇനി ബാക്കിൽ നിന്ന് വണ്ടി ഒന്നും വരാണ്ട് നിന്നാൽ മതിയായിരുന്നു, വന്നാൽ പണി കിട്ടും. അപ്പോൾ ഞാനേതായാലും വണ്ടീൻ്റെ ഔട്ട്ലുക്കൊക്കെ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നതാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഹൈവേൻ്റെ മുകളിലാണ്. ഡേ മാറല്ലടേ, ഞാനൊന്ന് പൊക്കോട്ടെ ഗൈസ്. ഇയാൾ അതാ വരും അടുത്ത്, എനിക്ക് തോന്നുന്നില്ല. തട്ടിയില്ല, ഡിസ്റ്റൻസ് ആണ് ഗൈസ്. ഞാൻ വിചാരിച്ച ഈശ്വറിൽ ഒരു കാര്യം തട്ടിയെന്ന് ഗൈസ്, പക്ഷേ പ്രശ്നമൊന്നുമില്ല, തട്ടിയില്ല. ഞാൻ ഓവർടേക്ക് ഞാൻ ഓവർടേക്ക് ചെയ്യാൻ വെച്ച സ്ഥലത്ത് നിന്ന് തന്നെ തനിക്ക് കയറി പോകണോടൂ. വൃത്തികെട്ടവനെ, ഞാൻ കയറാൻ നേരത്തെ തന്നെ അവന് കയറണം. അപ്പോൾ ഞാനിതാ അയ്യോ ഇതെവിടെ എത്തി ഒന്നും കാണുന്നില്ല. ഇതിപ്പോൾ എവിടെ നിന്നാണ് ആൾക്കാരെ ക്യാച്ച് ചെയ്യാനുള്ളത് ഒന്നും അറിയില്ല കേട്ടോ. ഞാൻ എങ്ങോട്ടാ ഇത് പോകണമെന്ന് ചോദിച്ചു. എൻ്റെ മോനെ, ടാക്സിക്കാരാ, തനിക്കൊരു സൈഡ് തന്നാൽ എന്താ? ഈശ്വറും ഒക്കെ കണക്കാ. അയ്യോ ഞാൻ സൈഡ് നോക്കാൻ മറന്നു. കുഴപ്പമില്ല, ഞാൻ ബോഡി ഞാൻ എടുത്തിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ടാക്സിക്കാരന്മാർ തരും തോന്നില്ല കേട്ടോ. അയ്യോ ഇതാണ്ട് അടുത്ത വരുന്നു. ഇയാൾക്ക് എന്താടാ ഒന്ന് പോണ്. ഞാൻ മുന്നിൽ കയറരുതെന്ന് വിചാരിച്ചത് തന്നെ അവൻ പോകുന്നത് കേട്ടോ ഗൈസ്. പേടിക്കണ്ട, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് ചാമ്പാ. അതുകൊണ്ടാണ് പോട്ടെ. നമുക്ക് ഏതായാലും വയ്യ വെച്ച് പിടിക്കാം, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. ഞാനിപ്പോൾ അത് എങ്ങോട്ടോന്നില്ലാണ്ടൊക്കെ പോകുന്നുണ്ട് ഗൈസ്. വഴി മുന്നോട്ട് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എവിടെ എത്തിച്ചേരുന്നൊക്കെ ആയിരിക്കറിയാം. ഇയാൾ മാറൂലടേ. ഒരു സൈഡ് പോണ്. ഇവനെയും കൊണ്ട് വല്ലാത്ത കഷ്ടമായല്ലോ. സൈഡ് വെരി ഗുഡ്. എൻ്റെ മോനെ, വണ്ടീനെ പോയി ചാമ്പിക്കളഞ്ഞു. മര്യാദയ്ക്ക് ഒരു സൈഡ് തന്നാൽ മതി. മഴ പെയ്താ പോയി നോക്കട്ടെ, എന്താ പ്രശ്നമുണ്ടോ എന്താടോ തനിക്കൊരു സൈഡ് തന്നാൽ പോരടോ. ഞാനേതായാലും പോകുന്നുണ്ട്. അതിലൂടെ പോകാൻ പറ്റുമോ? അതിലൂടെ പോകാൻ പറ്റുന്നില്ല. ഞാനേതായാലും സൈഡിൽ കൂടെ അങ്ങോട്ട് പോവാണ്. ഇതിലൂടെ വഴി ഉണ്ടെങ്കിൽ കാണാം. അയ്യോ തട്ടിയല്ല, ബ്രേക്ക് പിടിച്ചാലേ. പോട്ടെ. പോണ്. നിൽക്കടാ, ഞാൻ പോട്ടെടാ. പോട്ടെ നിൽക്കടാ പോലെ. അയ്യോ നിന്ന് ബ്രേക്ക് ഞാനും കൂടെ അങ്ങോട്ട്. ഇന്ന് മാറടാ, ഇത് സ്വഭാവടാ എനിക്ക് ഗൈസ്. ഞാൻ അവനെ ഓവർടേക്ക് ഉറപ്പാണ്. വേറെ പ്രശ്നമോ അങ്ങനെ ഒരു കുഴപ്പവും ഞാൻ ഉണ്ടാക്കില്ല. അതെന്തായാലും ഉറപ്പാണ്, ഞാൻ അവൻ ഓവർടേക്ക് ചെയ്യടാ. പറഞ്ഞതാടാ. തനിക്ക് ആദ്യം വരുന്ന അടുത്ത വണ്ടി. തനിക്ക് ആദ്യം അങ്ങ് മാറി തന്നാൽ എന്തായിരുന്നു? പോട്ടെ
ഇതാണ്ട് അടുത്ത് അവിടെ നിന്ന് എന്താട്ടാ വല്ല ട്രാഫിക്കും കഴിഞ്ഞ് വരുന്ന വണ്ടി പോലെയാണല്ലോ, ചാകര വരുന്നു. ചറപറേന്ന് പറഞ്ഞാണ് ഷടുപടി. എടാ ഞാനങ്ങോട്ട് പോട്ടെ. ട്രാവലേട്ടാ, ഞാനും കൂടെ ട്രാവലർ ചേട്ടോ. അയാൾക്കൊക്കെ നല്ല മനസ്സാ. തോണ്ടടാ, പോട്ടെ. അയ്യോ വീട്ടിലേക്ക് നല്ലടാ, നേരെ പോട്ടെ. നീ ഇവിടുന്ന് റൈറ്റ് ഒടിയടാ. എടാ മുന്നിൽ ടാങ്കറാട്ടോ പോകുന്നത്, ഞാൻ പോയ ചാമ്പി തീരും ഞാൻ. എടാ ഞാനിതെവിടെ എത്തിയേ ഗൈസ്? ഞാനിതെവിടെയോ കണ്ടുപരിചയമുള്ളൊരു സ്ഥലമാണല്ലോ. എടാ നമ്മൾ വീണ്ടും ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലാടാ എത്തിയേ അല്ലേ? ഒറ്റ മിനിറ്റ് ഗൈസ്, ഞാൻ നോക്കട്ടെ. ഇവിടുന്ന് റൈറ്റ് മാറാ. സമയമില്ലാത്ത സമയം കൊണ്ട് നടക്കുന്നേ. വണ്ടിയും കൊണ്ട് മാറാ. ഇവിടെ ഇവനെ കൊണ്ട് വല്ലാത്ത സൂര്യകേടായല്ലോ. തോണ്ടേ എടാ തോണ്ടറാ. അവൻ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നടാ ടാങ്കർ പോയിട്ട്. ഇയാളെന്താ കത്തിക്കാൻ പോണാ? എടാ ഇയാൾ ബസ് സ്റ്റാൻഡിലേക്കാണ്ടാ ടാങ്കറും കൊണ്ട് പോകണം. എന്താ നോക്കി ഇയാൾ ശരിയില്ല കേട്ടോ. ഇയാളെ ലൈസൻസ് റെഡ് ചെയ്യണം. ഇയാൾ റോങ് സൈഡിൽ കൂടെയാണ് വണ്ടി ഓടിച്ച് പോണത്. ഇയാളെ ലൈസൻസ് കെട്ടണം, ബാൻ ചെയ്യണം ഗൈസ് ഇയാളെ ലൈസൻസ്. ഇയാളെ എന്നിട്ട് പണി തെറിപ്പിക്കണം ഗൈസ്. ഞാൻ ഏതായാലും ഇയാളെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് MPDക്ക് അയച്ചു കൊടുക്കാം. എടാ എന്നാലും ഞാൻ നല്ല ആളാ, ഞാൻ മാപ്പ് നോക്കാണ്ടാണോ പോയേ? എടാ ഞാൻ വീണ്ടും തിരിച്ച് ബസ് സ്റ്റാൻഡിലാടാ എത്തിയേ. എടാ ഇത് ഭയങ്കര കഷ്ടമാണല്ലോ. ഇനി ഞാൻ ഇപ്പോൾ ഒന്നും കൂടെ അങ്ങോട്ട് പോകണോ? ഞാൻ മാപ്പ് ഏതായാലും ഒന്ന് ശ്രദ്ധിക്കട്ടെ കേട്ടോ. നേരത്തെ കാറുകാരനെ ഇടിയും കൊണ്ട് ട്രെയിന് കൊണ്ടുപോയി തോന്നുന്നു. എടാ ഇപ്പം കൊണ്ട് ട്രെയിന് പോയിട്ടേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ഗേറ്റ് തുറക്കുക. എന്തായാലും ആവട്ടെ, നമ്മൾ എന്തായാലും അവിടെ നിന്ന് എസ്കേപ്പ് ആയിന്നല്ല, നമ്മൾ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ വീണ്ടും നമ്മളെ പോക്കറ്റ് റോഡിൻ്റെ അടുത്തെത്തി. അതുകൊണ്ട് ഐശ്വര്യ ലോറി ഇതിവിടെ റെക്കോർഡ് ചെയ്തല്ല, പെർമനൻ്റ് ആയിട്ട് ഇതിലൂടെ നമ്മളെ മുന്നിൽ ഓടിക്കണം എന്നുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഒരു ഐശ്വര്യ ലോറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് വേറെ വണ്ടി ഇതേപോലെ തന്നെയാണ്. ഇയാൾ മാറി തരൂല, ഇതാണ് ഇയാളെ പ്രശ്നമോ. വേഗം പോട്ടെ. എടാ അവിടെ നിന്ന് വണ്ടി വരുന്നതിന് മുമ്പ് നമുക്ക് അവിടെ നിന്ന് എത്തണം. അവിടെ എത്തണം. ഓടിയടാ. എന്താ സ്റ്റിയറിംഗ് ഒന്നും വളരാത്തെ. പിന്നെ വണ്ടീനെ പറ്റി പറയണ നമുക്കറിയാലോ കേസ്, കാളിയനാണ്. അതെ, കാളിയൻ്റെ അല്ല ബോംബെ അല്ല കൊമ്പൻ്റെ കാളിയനാണ്. അടിപൊളി വണ്ടിയാണ് ഗൈസ്. സ്റ്റിയറിംഗ് ഒക്കെ പവറാണ്. മോഡ് ഇത് എനിക്ക് തോന്നുന്നത് V1 ആണ്. അടിപൊളി ഒരു ഒടിഞ്ഞ് കിട്ടുന്ന വണ്ടിയാണ്. നമുക്ക് ഇങ്ങോട്ടാണോ പോകണ്ടേ? അല്ല ഗൈസ്, നമുക്ക് നേരെയാണ് പോകണ്ടേ. ഞാൻ ഏതായാലും നേരത്തെ നേരെ എന്നാ കാണിച്ചത്, അവസാനം നേരം കുറേ ആയല്ലോ. നേരെ എന്ന് പറയണ നേരത്തെ ഇയാൾ നേരെ എന്നാ പറഞ്ഞേ. അതാണ് എനിക്ക് ഇയാൾ അത്ര വിശ്വാസമില്ലാത്ത. ഗൂഗിൾ മാപ്പ് ചതിക്കും ഗൈസ്. ആരും ഗൂഗിൾ മാപ്പ് നോക്കിയൊന്നും പോകരുത്, പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതാണ്ടടാ കഴിഞ്ഞ വീട് തന്നെ പോയി. നേരത്തെ നമ്മൾ ഇതിലൂടെ പോയപ്പോൾ ഈ ഇലക്ട്രിക് വണ്ടി. ഇയാളൊന്നും ഇല്ലായിരുന്നു, ഇയാളിപ്പോൾ പുതുതായിട്ട് വന്നാണെന്ന് തോന്നുന്നു. ആണ്ടടാ അവൻ്റെ മണ്ടക്ക് കയറ്റി കൊടുക്ക്. നമ്മൾ നേരത്തെ തട്ടിയിട്ട ബോർഡ് അവിടെ ഉണ്ട് ഗൈസ്. അയ്യോ അതാരും എടുത്ത് വെച്ചില്ല. ആരും കണ്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ ആ ട്രെയിനിൻ്റെ അടുത്ത് റെയിൽവേ ട്രാക്കിലൊരു കറുത്ത കാറ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗൈസ്? അതവിടെ തന്നെ അതവിടെ ഇല്ല. നമ്മൾ തട്ടിയിട്ട ബോർഡ് ഇവിടെ ഉണ്ട്. എടാ നമ്മൾ നേരെ തന്നെയാണോടെ പോകണ്ടേ? ഇവിടെ നിന്നൊന്നും അല്ലല്ലോ, മാപ്പിൽ നേരെ എന്നാട്ടോ കാണിക്കുന്നത്. ഞാൻ അതൊക്കെ നോക്കിയാണ് പോകുന്നത്. നേരത്തെ ഈ ഒരു വണ്ടീനെ പിടിക്കുന്ന തിരക്കിനും ഗൈസ് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് ഗൈസ് എടുക്കേണ്ടത്. ഞാനെന്ത് മണ്ടത്തര കാണിച്ചെന്ന് നോക്കിയേ. ഞാൻ അവിടെ നിന്ന് നേരത്തെ സ്ട്രെയിറ്റ് പോയിട്ടാണ് ഗൈസ്. നമുക്ക് ഗൂഗിൾ മാപ്പ് അതിലൂടെ ചുറ്റിയാണ് ഗൈസ് പിന്നെ എവിടെ കൊണ്ട് ചേർക്കി തന്നത് ഗൈസ്. ഗൂഗിൾ മാപ്പ് നോക്കി പോകുമ്പോൾ അത് റെഡിക്ക് നോക്കണം, ഇല്ലെങ്കിൽ അത് 2-3 കിലോമീറ്റർ 5-6 കിലോമീറ്ററൊക്കെ പറപ്പിക്കല്ല, നമ്മളെ കറക്കും ഗൈസ്, ഉറപ്പാണ്. അപ്പോൾ ഗൈസ് നമ്മളെ കൊമ്പൻ്റെ ഔട്ട്ലുക്കാണിത്. അതേപോലെ നമ്മൾ പാസഞ്ചേഴ്സിനെ കയറ്റുകയാണ് ഗൈസ് നമ്മളെ കൊമ്പൻ്റെ കാളിയനിലോട്ട്. നമ്മൾ ടൂർ പോവുകയാണ്. അതുകൊണ്ട് ഗൈസ് കുറേ ആൾക്കാരുടെ അടുത്ത് ബാഗൊക്കെ ഉണ്ട്, ലഗേജ് ഉണ്ട്.
അപ്പോൾ നമ്മൾ പാസഞ്ചേഴ്സിനെ എടുത്തു, ഇനി നമ്മൾ പോകുന്നു. ടാണ്ടടാണേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അയ്യോ അവിടെ നിന്ന് വണ്ടി വരുന്നുണ്ടോ? അതുകൊണ്ട് ഇയാൾ ഇവിടെ പോവാ അതുകൊണ്ട് ആ ട്രാവലറിൻ്റെ വയ്യാൻ പോവാം. അതിൽ വണ്ടിയില്ലല്ലോ പോവാ ഒടി ആടാ ഇതാരാ? ഇന്ത്യൻ പെർമിറ്റ് എനിക്ക് പേടിയാ. ഉറപ്പാന്നല്ല, അയാൾ ഉറപ്പായിട്ടും ചാടും മുന്നിൽ. എടാ വണ്ടി ഗൈസ്, ഈ വീഡിയോയിൽ അല്ല ഈ ഗെയിമിൽ ഈ ഒരു കണ്ണ് പിടിക്കാത്ത വണ്ടി എന്ന് പറയുന്ന ഈ ബൈക്ക് ഒരു അമ്മച്ചിയുണ്ട് ഗൈസ്. വണ്ടീൻ്റെ മുകളിൽ ഇങ്ങനെ കറയും കളിക്കുന്നു. ആ അമ്മച്ചീൻ്റെ മുന്നിൽ കയറാൻ ഒരു വഴിയില്ല. മുന്നിൽ കയറാനെന്നല്ല, അവനെ കണ്ണ് പിടിക്കില്ല. അതാണ് ഒന്നാമത്തെ കാരണം. വയസ്സായിട്ട് വണ്ടിയും കൊണ്ട് നടക്കുകയാണ്. അയാളെ കണ്ണ് പിടിക്കില്ല. എടാ ഇയാൾ കുറേ നേരം ആയല്ലോ, നേരത്തെ ഉണ്ടായിരുന്നു മുന്നിൽ കിടന്ന് വട്ടം ചാടുന്ന് കളിക്കുന്നു. അതുകൊണ്ട് ആ പോയ വണ്ടി ഞാൻ ഏതായാലും പിന്നെ ഒന്ന് ഓവർടേക്ക് ചെയ്യട്ടെ. ഇനിയിപ്പോൾ ആ വണ്ടീനെ കാണിച്ചു കഴിഞ്ഞാൽ ഇയാൾ നമ്മളെ വിടുമെന്ന് തോന്നുന്നില്ല. എടാ ഇത് ഭയങ്കര കഷ്ടമാണല്ലോ. എടാ ഒന്ന് മാറിത്താടാ. ഇനി KSRTC ആണോന്ന് നോക്കില്ല, എടുത്ത് പറപ്പിക്കും ഞാൻ എന്നെ. മാറത്തടാ, മാറടാ എടാ ഇയാളിത് വല്ലാത്ത കഷ്ടമായല്ലോ. കുറേ നേരം ഹോൺ അടിക്കുന്നു, ഇയാൾ മാറണ്ടേ? എടാ മാറടാ. വണ്ടി ഉണ്ടോ? ഓ ഇതാണ്ടോ ഗൈസ്, ഈ അമ്മച്ചിയാണോ അമ്മാവനാണോ എന്ന് അറിഞ്ഞൂടാ. ഒരു വണ്ടിയും ഒരു ചെറുക്കൻ പോകുന്നുണ്ട്. ആ ചെറുക്കനെ കണ്ണും പിടിക്കില്ല. അവനാണെങ്കിൽ മുന്നിൽ നിന്ന് വരുന്നുണ്ട്. അതുപോലെ പാസ് ലൈറ്റ് പോലും ഇടൂല, കയറി അങ്ങോട്ട് വരും. ഗൈസ് ട്രെയിന് എടാ ഗൈസ് ഇത് നോക്കിയേ, നമ്മളെ സ്റ്റോപ്പിൻ്റെ ഈ കമ്പിയില്ല, അതിനെന്താ പറയാമെന്നറിയില്ല, അത് പൊന്തിച്ചിട്ടതാണ്. പിന്നെ എങ്ങനെയാണ് വണ്ടി നിർത്തുക? എനിക്ക് തോന്നുന്നത് നേരത്തെ കാറുകാരനോ ഈ ട്രെയിനിനോട് ഇടിയിട്ടതായിരിക്കും, കമ്പി താവായിട്ട്. എടാ നോക്കിയും കൊണ്ടൊന്നും പോയില്ലേ? ഇതിൽ ട്രാഫിക്കൊന്നും ശരിയില്ല ഗൈസ്. ട്രാഫിക് നമുക്ക് അങ്ങോട്ടാ പോണ്ടേ? നേരെ തന്നെ പോട്ടെ എന്താ പോട്ടെ. ഞാൻ ആക്സിലേറ്റർ കൊടുക്കണ്ടേ? എന്ത് മണ്ടറാടാ ഞാൻ. നമുക്ക് ഇവിടുന്ന് റൈറ്റ് എടുക്കണം. റൈറ്റാടാ. ഇതാ നമുക്ക് അതിലൂടെ പോയി എടുക്കാം. അവിടെ നിന്ന് റൈറ്റായിരുന്നു എടുക്കേണ്ടത്. ഇവിടുന്ന് റൈറ്റ് വാ. ഒടിയടാ. ഇതെത്ര ഒടിയും ഗൈസ്. അത്യാവശ്യം പവർ സ്റ്റിയറിങ്ങും ഗൈസ്. ഞാൻ വണ്ടീനെ പറ്റി അധികമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വണ്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ അടിപൊളി വണ്ടിയാണ് ഗൈസ്, അത്രേ പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റിയറിങ് അടിപൊളിയാണ്, ബ്രേക്ക് അടിപൊളിയാണ്, അതുപോലെ സ്പീഡ് നല്ല അടിപൊളി സ്പീഡുമാണ് ഗൈസ്. ഫസ്റ്റ് ഗിയറിൽ ഒരു ആക്സിലേറ്റർ ഒറ്റ ഞെക്കി നേരെ സെക്കൻഡിലേക്ക് ഇട്ടാൽ പറക്കും കണ്ടീഷനിലാണ് ഗൈസ് നമ്മളെ വണ്ടി. പറക്കും ഗൈസ് നമ്മളെ വണ്ടി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ വേണമെങ്കിൽ ഈ മോഡിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോർഡിൽ ഇടാൻ പറ്റുമോ ഇടാം, ഞാൻ ഉറപ്പില്ല. ഞാൻ നോക്കിയിട്ട് പറയാം ഗൈസ്. ഞാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ യെസ് ഓർ നോ അയക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളിതാ പിന്നെ പോക്കറ്റ് റോഡിൻ്റെ അടുത്ത് തന്നെ എത്തി. എടാ അങ്ങോട്ട് തന്നെ നമ്മൾ പോക്കറ്റ് റോഡിൻ്റെ അടുത്ത് തന്നെ എത്തി. നമ്മൾ ഇനിയും ചുറ്റി കളിക്കുകയാണോ? എടാ നമുക്ക് ഇവിടുന്ന് യൂ ടേൺ എടുക്കണം ഗൈസ്. മാപ്പ് അങ്ങോട്ടാണ്. റോസ് ബാക്കിൽ വണ്ടി ഉണ്ടോളേ. മാപ്പ് മാറ്റ്. യെസ് ബാക്ക് ആരുമില്ല. കാലി റോഡ് ഇതാണ് ഗൈസ് എനിക്ക് വേണ്ടത്. കാലി റോഡ് ഇങ്ങനെ വേണം റോഡൊക്കെ ആയാൽ. അപ്പം ഞാനിവിടുന്ന് റൈറ്റ് എടുത്ത് വളച്ചൊടിച്ച് നേരെ ഒടിച്ച് എങ്ങോട്ടൊക്കെ ഓടിക്കുന്നുണ്ട്. നമുക്ക് ഈ ഹൈവേൻ്റെ മുകളിലേക്കാണ് കൊണ്ട്. ഇനി ഗൈസ് നമുക്ക് ഈ ഹൈവേ ഡയറക്റ്റ് വെച്ച് പിടിച്ചാൽ മതി. ഹൈവേ നീട്ടി വെച്ച് പിടിച്ചാൽ മതി ഗൈസ്. നമ്മളുടെ ഈ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ഈ ഒരു ലോഡിങ് ഇവിടെ കഴിയുന്നതാണ്. ഇനി നമ്മൾ അടുത്ത ലോഡിങ്ങിലേക്കാണ്. അത് മേ ബി ഒരു ഗ്രാമോ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലുള്ളൊരു സ്ഥലമായിരിക്കാം. മേ ബി ഇത് ഗൈസ് ഞാൻ ടൂർ മോഡ് ഷോർട്ടാണ് ഗൈസ് എടുത്തത്. കാരണം വീഡിയോ ലോങ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് നമ്മളെ റൂട്ട് ഷോർട്ടാണ്. അതുകൊണ്ട് നമ്മൾ മിക്കവാറും അടുത്ത ലോഡിങ്ങിൽ തന്നെ നമ്മൾ നേരെ ഡെസ്റ്റിനേഷനിലെത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അറൈവൽ കഴിഞ്ഞു, ഇനി ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയാണ്. നമ്മൾ അതേപോലെ പാസഞ്ചേഴ്സിനെ ക്യാച്ച് ചെയ്തു. പാസഞ്ചേഴ്സ് കയറി. അതേപോലെ നമ്മൾ ഈ ഒരു ലോഡിങ് കഴിഞ്ഞാൽ ഡയറക്റ്റ് അടുത്ത ലോഡിങ് നമ്മളെ ഡെസ്റ്റിനേഷൻ ഏരിയ ആയിരിക്കാം. അപ്പോൾ ഞാൻ ഏതായാലും ഈ ഹൈവേ വെച്ച് പിടിച്ച് പോകുന്നുണ്ട്. ഈ കാറുകാരൻ ഇവിടെ 2 വേ ആയതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. നമുക്ക് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം.
ഫോർ ലൈൻ റോഡാണ്, അല്ല 2 ലൈൻ റോഡാണ്. സോറി 4 ലൈനോ 2 ലൈനോ, 2 ലൈനല്ല 2 ലൈനോ, ഏതൊരു ലൈനാണ്. എന്തായാലും വണ്ടി അടിപൊളിയായിട്ട് പോകണ്ടല്ലോ, അത് മതി നമുക്ക്. അപ്പോൾ ഞാൻ എന്തായാലും മിക്കവാറും ഇപ്പം ലോഡിങ് കഴിയാൻ ചാൻസ് ഉണ്ട്. എടാ ഇവിടെ ബ്ലോക്കാ. ഇതാണ് ഈ ലോറി. ഞാനൊരു പ്രോ ഡ്രൈവർ തന്നെ. ഇവിടെ അത്രയും നല്ല വഴിയുള്ളപ്പോഴാ അവനെ കാത്തുനിൽക്കുന്നത്. പോവാൻ പറ. അങ്ങനെ ഗൈസ് നമ്മളുടെ ലോഡിങ് കഴിഞ്ഞു. ടടങ്. ഇനി അടുത്ത ലോഡിങ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ ഗൈസ്. അതെ ഗൈസ്, ഇത് ഡെസ്റ്റിനേഷനിലേക്കുള്ള വഴിയാണ്. കാരണം ഇവിടെ ഇപ്പോൾ എനിക്ക് ആ മാപ്പിൽ കാണിച്ചു യുവർ ഡെസ്റ്റിനേഷൻ ഏരിയ ഈസ് നിയർന്ന്. അപ്പോൾ മേ ബി ഇവിടെ തന്നെ ആയിരിക്കും. ഓൾ റൈറ്റ്, നമ്മൾ ഇവിടുന്ന് പറപ്പിച്ച് വിടാൻ പോവാണ് ഗൈസ്. ഒന്നും നോക്കുന്നില്ല. ഇന്ത്യ പെർമിറ്റിടൊന്നും എനിക്കൊരു പേടിയില്ല. അപ്പോൾ എടാ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ അങ്ങോട്ട് വട്ടം ചാടല്ലേ. ചെറിയൊരു പേടി എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ. എടാ മാറാ ഗൈസ്. ഇവിടെ ബ്രേക്ക് പിടിച്ച് നമുക്ക് അപ്പുറത്തോടെ പോയാലോ. ടൂടു വേണ്ട, അപ്പുറത്ത് വണ്ടി വരുന്നുണ്ട്. വണ്ടിയുണ്ട് ഗൈസ്. നമ്മൾ ഓടിച്ച് പറപ്പിച്ച് വിട്ട് പോയിട്ട് ഇവിടുന്ന് അപ്പുറത്തെ വഴിയിലോട്ട്. അയ്യോ വഴിയോടെ ധൈര്യം ഉണ്ടേ വെച്ച് പിടിക്കടാ. എന്താ ഭയം ഇറക്കണോ? ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കട്ടെ. വളയടാ. ആവശ്യത്തിനൊന്നും വണ്ടി വളഞ്ഞു കിട്ടുന്നില്ലല്ലോ. പക്ഷെ അടിപൊളി വണ്ടിയാണ് ഗൈസ്. കണ്ടീഷനൊക്കെ നല്ല അടിപൊളിയാണ്. അടിപൊളി ഗ്രാഫിക്സൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. ഗ്രാഫിക്സ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടുന്ന് നമ്മൾ താണ്ട പോണ്. അതാണ് ഗൈസ്, ഫയർ വണ്ടിയാണ്. നല്ല തീപ്പൊരു വണ്ടിയാണ്. നമ്മൾ ഇവിടെ നിന്നൊന്നും ലെഫ്റ്റ് എടുക്കില്ല, കാരണം അവിടെ വണ്ടി ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ലെഫ്റ്റ് എടുത്ത് പോവാം. യെസ്, ഞാനൊരു പ്രോ ഡ്രൈവറാണ്. എടാ പാലത്ത് നിന്ന് വണ്ടി പറക്കുന്നടാ ഗൈസ്. നമ്മൾ 6th ഗിയറിൽ 163 4 5 ഗൈസ് കയറി പോവുകയാണ്. നമ്മൾ 200 അടിക്കാൻ മാക്സിമം ചാൻസ് ഉണ്ട്. മിക്കവാറും അവസാന ഘട്ടത്തിലായിരിക്കും ഗൈസ്. മേബി 199 എത്തുമ്പോഴായിരിക്കും മുന്നിൽ വണ്ടി വരുന്നത് ഗൈസ്. 1817 വേണോ. ഇവിടെ വളവുണ്ടാ. കുഴപ്പമില്ല. നമുക്ക് ഗൈസ്, നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 200 അടിച്ചിരുന്നു. യോദ്ധാവ്, നമ്മളെ കൊമ്പൻ്റെ യോദ്ധാവ് ഓടിച്ചു. അതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ നമ്മൾ വീഡിയോൻ്റെ അവസാനം ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക, എന്നിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതാണ്. പിന്നെ നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് വെറും 100 ലൈക്സ് ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല ഗൈസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിരിക്കുക. അംബികേ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലോട്ടായില്ലേ. ഞാൻ പെട്ടെന്ന് മാപ്പ് നോക്കിയതാണ് ഗൈസ്. ഇല്ലെങ്കിൽ നേരത്തെ പോലെ ഗൂഗിൾ മാപ്പ് നമ്മളെ വട്ടം കറക്കും, ഉറപ്പാണ്. വേറെ ഒരു സംശയമില്ല, നമ്മളെ വട്ടം കറക്കും എന്ന് പറഞ്ഞാൽ വട്ടം കറക്കും ഗൈസ്. നമ്മളെ വണ്ടീൻ്റെ ഇൻഡോർ കണ്ടാൽ മനസ്സിലാവും, ഫുള്ള് ചെളി പിടിച്ചെല്ലാം കൂടെ ഒരു വഴിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏതായാലും വാഷ് ചെയ്യുന്നില്ല. നമ്മൾ അടുത്ത വീഡിയോയിൽ ഇവിടുന്ന് അടുത്ത വീഡിയോയിൽ നമ്മൾ വാഷ് ചെയ്യുന്നൊരു പാർട്ടും കൂടെ ഇടുന്നതാണ്. അത് അത്ര വലിയ പാർട്ടൊന്നുമല്ല, എന്നാലും നമ്മൾ വാഷ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നത് അത്ര രസമുള്ള കാര്യമൊന്നുമല്ല, എന്നാലും വെറുതെ ഇടുകയാണ് ഗൈസ്. അപ്പോൾ വാഷ് ചെയ്യണം അടുത്ത വീഡിയോയിൽ ഏതായാലും നമ്മൾ ഇങ്ങനെ തന്നെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് നമ്മളെ ഡെസ്റ്റിനേഷൻ എത്താനായിട്ടുണ്ട് ഗൈസ്. ഇവിടുന്ന് റൈറ്റ്, ഇവിടുന്ന് ലെഫ്റ്റ്. അങ്ങനെ നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു. ട്രെയിൻ. ഞാൻ അവിടെ നിന്ന് ഒട്ടിച്ചെടുത്തു ഗൈസ്. ഞാനൊരു ഡ്രൈവർ പ്രോ തന്നെ. അപ്പോൾ ഗൈസ്, നമ്മളുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇനി നമ്മളെ പാസഞ്ചേഴ്സ് ഇവിടെ സോറി, ഞാനവിടെ നിർത്താൻ മറന്നു എന്നാണ് പറയുന്നത്. ഞാനീ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഗൈസ് ഇവിടെ നിർത്താൻ മറന്നുപോയി. അവൻ വളച്ച് വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി ഗൈസ്. ഗൈസ്, ഇതിൻ്റെ പുറമെയുള്ള ചെടി നോക്കുക, അടിപൊളിയായിട്ട് പിടിച്ചിടുന്നു. നമ്മൾ അടുത്ത വീഡിയോയിൽ വാഷ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.